കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തക്കാളിയിലെ പൂ കൊഴിച്ചിലിനെ പറ്റിയാണ്. തക്കാളി വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ്. പക്ഷെ തക്കാളിയെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇലച്ചുരുൾ രോഗം, വേര് ചീയൽ രോഗം, വിവിധ കുമിൾ രോഗങ്ങൾ, ബാക്ടീരിയൽ വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയെ നമ്മൾ വേരോടെ നശിപ്പിക്കണം. ഇല്ലെങ്കിൽ രോഗം എല്ലാ തൈകളെയും പെട്ടെന്ന് ബാധിക്കും. ഈ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധി ജൈവ രീതിയിൽ കാണിച്ചുകൊണ്ട് പ്രത്യേകം വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്ന് വരുന്നു. എന്നാൽ ഈയിടെയായ ഒരുപാട് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, തക്കാളിയിൽ വിരിയുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു, അതിനുള്ള പ്രതിവിധിയെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ തക്കാളിയുടെ വിത്ത് പാകി മുളപ്പിച്ച് പറിച്ച് നടാറായത് കാണിക്കാം. ഇത് ഓരോ ചട്ടിയിലേക്ക് മാറ്റി നട്ടു കൊടുക്കുകയാണ്. ഇതിനു വേണ്ടി തയ്യാറാക്കിയ മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തക്കാളി കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് മണ്ണിലെ പുളിപ്പ് മാറ്റുക എന്നത്. ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണിൻ്റെ കൂടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ആ മണ്ണാണ് ഈ ചെടിയിൽ നിറച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഓരോ തൈ വീതം നട്ടു കൊടുക്കുകയാണ്. തക്കാളി പൂവിട്ട് തുടങ്ങിയാൽ വിരിയുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ തക്കാളിയുടെ മൂട് ചീയൽ രോഗത്തെപ്പറ്റിയും വ്യക്തമായ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണുത്തിലെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്കത് ഉപകാരപ്പെടണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് കൃഷി ഓഫീസറോട് ചോദിച്ച് മനസ്സിലാക്കിയത്. ഞാൻ വീഡിയോയിലൂടെ ഏത് കാര്യം അവതരിപ്പിക്കുമ്പോഴും 100% വ്യക്തത വരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം തക്കാളിയുടെ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം നികത്താനായിട്ട് മാർക്കറ്റിൽ ഇതേപോലെയുള്ള പല ബ്രാൻഡ് നെയിമുകളിലും ന്യൂട്രിയൻസ് കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങി പൂവിട്ട് നിൽക്കുന്ന തക്കാളി ചെടികൾക്ക് നല്ല പോലെ പൂക്കളിലും ഇലകളിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെയധികം മാറ്റം ലഭിക്കും. ഇത് കൊടുക്കേണ്ടത് ചെടിയുടെ വളർച്ചയുടെ 2 സ്റ്റേജുകളിലാണ്. ആദ്യത്തെ ഡോസ് കൊടുക്കേണ്ടത് തക്കാളിയിൽ പൂ ഇടുന്നതിന് മുമ്പായിട്ടും രണ്ടാമത്തെ ഡോസ് എന്ന് പറയുന്നത് പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടും തക്കാളി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മൈക്രോ ഫുഡ് ചെടികൾക്ക് കൊടുക്കേണ്ടുന്ന അളവ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml എടുത്ത് മിക്സ് ചെയ്ത ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് തക്കാളിക്ക് മാത്രമല്ല, പൂവിടുന്ന സ്റ്റേജുകളിൽ പയർ കൃഷിക്കും വഴുതനക്കും മുളകിനുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിനെ തടയാനും അതേപോലെ തന്നെ നിറയെ കായ്ഫലം ലഭിക്കാനും ഇത് ഉപകരിക്കും. മൈക്രോ ഫുഡ് പൗഡർ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാനിവിടെ 5 മില്ലിയാണ് എടുത്തത് എന്ന് കരുതിയിട്ട് നിങ്ങളും അതേപോലെ അല്ല ചെയ്യേണ്ടത്. ഓരോ ബ്രാൻഡ് പാക്കറ്റ് ന്യൂട്രി ഫുഡിൻ്റെ പുറത്തും അത് എങ്ങനെയാണ് നേർപ്പിച്ച് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. തക്കാളി കൃഷി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചീര പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. തക്കാളി കൃഷി ചെയ്യുന്നത് കഴിയുന്നതും നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം. തക്കാളി കൃഷി ഏത് സീസണിലും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ചില സീസണിൽ കായ്ഫലം ഏറെയും കുറഞ്ഞുമൊക്കെ ഇരിക്കുമെന്ന് മാത്രം. അതുപോലെ തന്നെ പൂക്കൾ കൊഴിയുന്നതിന് വേറെയും കാരണങ്ങളുണ്ട്. കൂടിയ ചൂട്, പോഷകക്കുറവ്, പരാഗണം നടക്കാതെ വരിക, കീടശല്യം, ഇവയെല്ലാം തക്കാളിയുടെ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ തക്കാളിയുടെ ചുവട്ടിൽ വളർന്നു വരുന്ന കളകളെല്ലാം അപ്പോൾ നീക്കം ചെയ്യാനായി ശ്രദ്ധിക്കണം. പിന്നെ തക്കാളി വളർന്നു വരുമ്പോൾ ഒരു നൂല് കൊണ്ട് സ്റ്റേ കൊടുക്കണം. അല്ലെങ്കിൽ തക്കാളി ഉണ്ടാകുന്നതോടുകൂടി കൊമ്പുകൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, തക്കാളിയുടെ ചുവട്ടിൽ എപ്പോഴും മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാത്തിലും ഉപരിയായിട്ട് കാലാവസ്ഥ മികച്ചതായാൽ പച്ചക്കറികൾ നല്ല പോലെ വളർന്ന് പൂവിട്ട് കായ്ഫലം ലഭിക്കും. ഈ ഒരു പൂകൊഴിച്ചിൽ തക്കാളി കൂടാതെ പയറ്, വെണ്ട, വഴുതന തുടങ്ങിയ വിളകളിലും കാണപ്പെടുന്നുണ്ട്. എല്ലാ പച്ചക്കറി ചെടികൾക്കും കടലപ്പിണ്ണാക്കും ശർക്കര ഉപയോഗിച്ചുള്ള ജൈവവളം തയ്യാറാക്കി ഒഴിച്ചു കൊടുത്താൽ ആരോഗ്യത്തിൽ വളരാൻ സഹായിക്കും. ഇത് തയ്യാറാക്കുന്ന വിധം 1 ലിറ്റർ വെള്ളത്തിലേക്ക് 250 ഗ്രാം കടലപ്പിണ്ണാക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അരമണിക്കൂർ കൊണ്ട് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലേക്ക് നന്നായി അലിഞ്ഞിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം ശർക്കര കൂടി ചേർത്ത് ഒരു 3 ദിവസമെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. 3 ദിവസം കഴിഞ്ഞാൽ ഒന്ന് നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ എല്ലാ ചെടികളും സൂപ്പറായി വളർന്നു വരും.
അപ്പോൾ തക്കാളിയുടെ പൂകൊഴിച്ചിൽ തടയാനായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ചെടിയിലും പൂക്കളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിറയെ പൂവിടുകയും അതെല്ലാം കായ്ഫലമായി മാറുകയും ചെയ്യും. അത് പഴുക്കാറാകുമ്പോൾ കാണുന്ന മൂട് ചെയ്യലും മാറിക്കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.